നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്ന മന്ത്രി. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കർഷക സമൂഹത്തോടൊപ്പമാണ് സർക്കാർ നിന്നിട്ടുള്ളതെന്നും എ.കെ. ശശീന്ദ്രൻ. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അതിക്രമത്തിൽ ജില്ലയിലും വ്യാപക പ്രതിഷേധം. പ്രവർത്തകർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വനാതിർത്തിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പിടികൂടാൻ കടുവ ശ്രമിച്ചു. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ കൊന്നു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിൽ തോട്ടം തൊഴിലാളികൾ. മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിലായത് മൂന്നാർ നല്ലതണ്ണി സ്വദേശി ദീപക് രാജ്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പിനെ അറിയിച്ചെന്നാരോപിച്ച യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മണിയാറൻകുടിയിൽ സംഘടിപ്പിച്ച മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കർഷക സമൂഹത്തോടൊപ്പമാണ് സർക്കാർ നിന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. വർഷങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാറൻകുടി റോഡ്. ഈ റോഡിന്റെ നിർമ്മാണം കാലതാമസം കൂടാതെ സമയബന്ധിതമായി പൂർത്തിയാക്കണം. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. റോഡ് നിർമ്മാണത്തിന് കൂടുതൽ വനമേഖല ഏറ്റെടുക്കേണ്ടതായി വന്നു. റോഡ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ ഞാനും റവന്യൂ മന്ത്രിയും ജില്ലയുടെ ചാർജുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP എന്നിവരുമായി ഇക്കാര്യത്തിൽ നിരവധി തവണ ചർച്ചകൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിരുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് മുഖേന മറയൂർ വില്ലേജ് ബ്ലോക്ക് നമ്പർ 52 30 ഏക്കർ സ്ഥലം സർവേ ചെയ്ത് വനം വകുപ്പിന് കൈമാറ്റുന്നതിന് പരിവേഷ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ ടെൻഡർ ചെയ്തിട്ടുള്ള റോഡിൻ്റെ കാലാവധി മാർച്ച് 31 അവസാനിക്കുന്നതിനാൽ നിലവിലുള്ള റോഡ് നിർമ്മിക്കുന്നതിന് ഉചിതമെന്ന് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുത്തു. ഇതിനെ തുടർന്നാണ് ആവശ്യമായ അനുമതികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളന ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും നിർവഹിച്ചു. സംയുക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ സാധിച്ചതെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എല്ലാ ഘട്ടത്തിലും ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ ഇതേ വികാരമാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലും അതോടൊപ്പം തുടർന്നുള്ള ആളുകളിലേക്കുള്ള പ്രവർത്തനത്തിലും നാട്ടുകാരുടെ എല്ലാ സഹകരണം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇതൊരു ജനങ്ങളുടെ ആഗ്രഹ സബലീകരണമാണ്. ഡീൻ കുര്യാക്കോസ് MP യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റോഡിന്റെ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചത് ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് MP പറഞ്ഞു. തീർച്ചയായിട്ടും PMGSY പദ്ധതികൾ വെച്ച് സംസ്ഥാനത്ത് ഏറ്റവും ദൈർഘ്യമേറിയ റോഡാണിത്. അതോടൊപ്പം തന്നെ വനമേഖലകളെ കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ഒരു റോഡാണിത്. ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്ന എല്ലാ പദ്ധതികൾക്കും വളരെയധികം പിന്തുണ നൽകുന്ന എന്ന് വെച്ചാൽ ഇനി തുടർന്ന് ഈ വിധത്തിലുള്ള ധാരാളം റോഡുകൾ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിലയിലുണ്ട്. അവിടെയെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടെ നിന്നുകൊണ്ട് അത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാകേണ്ടതായിട്ടുണ്ട്. മണിയാറൻകുടിയിൽ നിന്നും 18.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 2 റീച്ചുകളിലായി PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14.82 കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ ആക്കുന്നേൽ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുദീന KM, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ണപ്പുറം കോട്ടപ്പാറയിൽ സ്കൂട്ടർ കൊക്കയിലേക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു. ഫെഡറൽ ബാങ്ക് കാലടി ശാഖയിലെ ജീവനക്കാരൻ ശ്രീജിത്താണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫെഡറൽ ബാങ്ക് കാലടി ശാഖയിലെ ജീവനക്കാരൻ ശ്രീജിത്താണ് മരിച്ചത്. സുഹൃത്ത് ആലുവ മുപ്പത്തടം പറക്കാട്ട് വീട്ടിൽ വിഷ്ണുവിനെ ഗുരുതര പരിക്കുകളോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടപ്പാറ വ്യൂ പോയിന്റ് കാണാൻ എത്തിയതായിരുന്നു യുവാക്കൾ.
കാഴ്ച ആസ്വദിച്ച് മടങ്ങും വഴി വണ്ണപ്പുറം മുള്ളരിങ്ങാട് റോഡിലെ കോട്ടപ്പാറ അമ്പലത്തിന് സമീപത്തെ വളവിൽ നിന്നും സ്കൂട്ടർ താഴേക്ക് പതിച്ചാണ് അപകടമുണ്ടായത്. കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം റോഡിൽ നിന്നും താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടമറിഞ്ഞെത്തിയ കാളിയാർ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും റോഡിലേക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ശ്രീജിത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. തൊടുപുഴയിലെ ഡിവൈഎസ്പി ഓഫീസിന്റെ 2ാം നിലയിലേക്ക് കയറുന്ന ഗോവണിയിൽ കുത്തിയിരുന്നായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി. പോലീസുകാർ എണ്ണത്തിൽ കുറവായിരുന്നതിനാൽ പ്രതിരോധത്തിന് ശ്രമിച്ചില്ല. ഏതാനും സമയം മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം റോഡിലേക്ക് എത്തിയ പ്രവർത്തകർ ടയർ കത്തിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ ആക്രമിച്ചൊതുക്കാമെന്ന പിണറായി വിജയന്റെ നയമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് 3 പ്രാവശ്യം ഷാഫിയെ ഉപദ്രവിച്ചത് എന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ പോലും നടപടിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ജനപ്രതിനിധികളെ ആക്രമിക്കുകയും ഗവൺമെന്റിനെതിരെ വിമർശനം നടത്തുന്ന ആളുകളെ ആക്രമിച്ചൊതുക്കുകയും ചെയ്ത പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ നയമാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. കക്കാവുന്നതെല്ലാം കക്കിയാണ്, അമ്പലം മോഷ്ടിക്കാൻ, അമ്പലം വിഴുങ്ങിയാണ് പിണറായി വിജയൻ. ശബരിമലയിലെ സ്വർണ്ണശേഖരം അടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു ശബരിമല വിഗ്രഹത്തെ കട്ടിളയും അടിച്ചുകൊണ്ടുപോയി എന്നാണ്. ഓരോ ദിവസവും കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകളെ പറ്റിയായിരുന്നു ആക്ഷേപം, ഇപ്പോൾ മകനെ പറ്റിയും ആക്ഷേപം വന്നിരിക്കുന്നു. LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കൊലപാതകികളെ സംരക്ഷിക്കുകയും ആളുകളെ തല്ലിക്കൊല്ലുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ ഒരു മുഖ്യമന്ത്രിയുടെ മുഖമാണ് കാണാൻ കഴിയുന്നതെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ തോമസ് രാജൻ, AP ഉസ്മാൻ, ജോർജ് ജോസഫ് പടവൻ, MD അർജുനൻ, KJ ബെന്നി, മനോജ് മുരളി, KB സെൽവം, സിജു ചക്കുമൂട്ടിൽ, അനീഷ് മണ്ണൂർ, ഫ്രാൻസിസ് ദേവസ്യ, ഷാജി വെള്ളമാക്കൽ, മിനി സാബു, ജോമോൻ തെക്കേൽ, പ്രശാന്ത് രാജു, വിനോദ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തോപ്രാംകുടി ടൗണിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തിയത്. നേതാക്കളായ അഡ്വക്കേറ്റ് KB സെൽവം, വിനോദ് ജോസഫ്, കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, സുബി കുന്തളയിൽ, നിതിൻ ചോയി, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, ഐപ്പ് അറുകാക്കൽ, റോബിൻ ജോർജ്, സിബി ആനത്താനത്ത്, JS, ബിജു കീയപ്പാട്ട്, ആൽവിൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി.
KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPയെയും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയും അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഉപരോധ സമരം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അണികളെ തെരുവിൽ കയറൂരി വിട്ടിരിക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ ആ പണി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി പറഞ്ഞു. ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. നാളുകളിൽ പിണറായി വിജയൻ തന്നെ കേരളം ഭരിക്കുന്നു. കേരളത്തിലെ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ശബരിമല അയ്യപ്പന്റെ സ്വർണം കാക്കാൻ കഴിവില്ലാത്ത കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണാധികാരികളും അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഷാഫി പറമ്പിലിനെ, ശ്രീ പ്രവീണിനെ അടക്കം നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണൂരിൽ, അതുപോലെ തിരുവനന്തപുരത്ത്, എറണാകുളത്ത് അടക്കം ഇന്നലെ രാത്രി ലാത്തിചാർജ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയത്. യാതൊരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ട് എണ്ണി ഇതിന് മറുപടി പറയപ്പെട്ടുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ നിന്ന് ജനങ്ങളെയും മാധ്യമങ്ങളെയും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നടത്തിയ പോലീസ് മർദ്ദനമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. KA മാത്യു, പ്രശാന്ത് രാജു, ആൽബിൻ മണ്ണംചേരി, രാജൻ കാലാച്ചിറ, സജിമോൾ ഷാജി, ജിതിൻ ഉപ്പമാക്കൽ, ഷമീജ് K ജോർജ്, PS മേരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുന്ന നിലയിലേക്ക് പോലീസിനെ മാറ്റിയിരിക്കുന്നു. സ്വന്തം മണ്ഡലത്തിൽ പോലും പാർലമെന്റ് അംഗത്തിന് മർദ്ദനമേൽക്കാനിടയാക്കിയതിലൂടെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ സൂചനയാണ് വ്യക്തമാകുന്നത്. വഖഫ് വിധി സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്നും PMA സലാം തൊടുപുഴയിൽ പറഞ്ഞു. CPMന്റെ ഗുണ്ടകളും പോലീസും കൂടിച്ചേർന്നിട്ടാണ് മർദ്ദിക്കുന്നത്. ഇതിനു മുമ്പ് നേരത്തെ ജനപ്രതിനിധികളെ മർദ്ദിച്ചിട്ടുണ്ട്, ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരപരാധികളായ ആളുകളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മൂന്നാം മുറ കാണിക്കുന്ന ഒരുപാട് വീഡിയോകളും ചിത്രങ്ങളും. കേരളത്തിലെ പോലീസ് സത്യത്തിൽ അവർ നല്ല ശിക്ഷണം കിട്ടിയ നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ ഇവർ ഭരണത്തിൽ കയറി ഈ 10 വർഷം അവരെ ദുരുപയോഗം ചെയ്തു. അവരെ സംസ്ഥാനത്തിന് കൊള്ളരുതാത്തവരാക്കി മാറ്റിയതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പോലീസ് എന്തായിരിക്കും, ക്രമസമാധാന നില എന്തായിരിക്കും, സാധാരണ ജനങ്ങളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഏതായിരുന്നാലും UDF കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങളുണ്ടാകും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം തീർക്കാൻ അവിടെ നിയമപരമായി അവകാശമുള്ള ആളുകളെ വിളിച്ചുകൂട്ടി, ഈ സ്വത്തിൻ്റെ ഉടമകളെയും വിളിച്ചുകൂട്ടി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയും. ഒരു സർക്കാർ ചെയ്യേണ്ട അതാണ്. ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒത്തുതീർപ്പിലൂടെ, സമവായത്തിലൂടെ സമാധാനം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. ഇവിടെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചത്. വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വനാതിർത്തിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പിടികൂടാൻ കടുവ ശ്രമിച്ചു. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ കൊന്നു. വനംവകുപ്പ് മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് തോട്ടം തൊഴിലാളികൾ. ഒരിടവേളയ്ക്ക് ശേഷം തോട്ടം മേഖലയായ ഗ്രാമ്പി വീണ്ടും കടുവ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു. മനുഷ്യർക്ക് നേരെയും കടുവയുടെ ആക്രമണം ഉണ്ടായി. വനവാസി വിഭാഗക്കാരനായ രാജുവിന്റെ കുഞ്ഞിനെയാണ് കടുവ പിടികൂടാൻ ശ്രമിച്ചത്. കടുവ വന്നു കഴിഞ്ഞ് കൊച്ചിനെ എടുക്കാനൊക്കെ നോക്കിയായിരുന്നു. അതിന് ഭയങ്കര ബുദ്ധിമുട്ട്, തീയിടാനൊന്നും ഇല്ല, വെട്ടമില്ല. ബുധനാഴ്ച രാത്രി എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപത്ത് വളർത്തുമൃഗങ്ങളെ പിടികൂടി. എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മഹാദേവിന്റെ 2 പശുക്കളെയാണ് കടുവ ആക്രമിച്ചത്. വ്യാഴാഴ്ച രാവിലെ ഒരു പശുവിന്റെ ശരീരം പാതി ഭക്ഷിച്ച നിലയിൽ തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോൾ ഒരു മുരിക്കിടാവായിരുന്നു, ചത്തി കിടക്കുന്ന കണ്ടായിരുന്നു.
എന്നിട്ട് മറ്റേ ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞു. ഫോറസ്റ്റുകാർ വന്ന് അതിൻ്റെ കാൽപ്പാടൊക്കെ നോക്കിയിട്ട് കടുവയെന്ന് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ക്യാമറ വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അതിനകത്തിന് പരിശോധിച്ചില്ല. ഇനി ഈ ഭാഗത്ത് തന്നെ കാണും, മൊത്തം കാടായിട്ടാണ് കിടക്കുന്നത്. എസ്റ്റേറ്റിൽ ആരും പണിക്കും പോകുന്നില്ല, മൊത്തം കാടായിട്ടാണ് കിടക്കുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. പട്ടി ഭയങ്കര കുറയാ, വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത, പേടിച്ചിട്ട് പുല്ലിന് പോലോ പാലും കൊണ്ട് പോലും പോകാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് ഭയവാ. കൊച്ചിനെ കൊണ്ട് ബാലവാടി പോലും കൊണ്ടുവിടാൻ പേടിയാ. വണ്ടിപ്പെരിയാറിലെ വിദ്യാലയങ്ങളിൽ പോയി വരുന്ന കുട്ടികൾ 2 കിലോമീറ്ററോളം നടന്നു വേണം താമസ സ്ഥലത്ത് എത്താൻ. ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയോ നിരീക്ഷണം ശക്തമാക്കുകയോ വേണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. മൂന്നാർ നല്ലതണ്ടി സ്വദേശി ദീപക് രാജാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബം ആക്രമിക്കപ്പെട്ടത്. മൂന്നാറിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറും ഗൈഡുമാണ് അറസ്റ്റിലായ ദീപക്. തിങ്കളാഴ്ച മൂന്നാർ സന്ദർശനത്തിനെത്തിയ തൃക്കാക്കര സ്വദേശി ആദിൽ മുഹമ്മദ്, ഭാര്യ ഷിജിമോൾ, മകൻ സുബിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. രാത്രിയിൽ ടൗണിലെത്തിയ കുടുംബം താമസിക്കുന്നതിനായി മുറി അന്വേഷിക്കുകയും ഗൈഡുമാരിൽ ഒരാൾ റൂം കാട്ടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മുറി ഇഷ്ടപ്പെടാതിരുന്ന ഇവർ ടൗണിലേക്ക് മടങ്ങി. പിന്നീട് ടൗണിലെ പാതയോരത്ത് വാഹനം നിർത്തിയെന്നാരോപിച്ച് മുറി കാണിക്കാൻ പോയ യുവാവിന് ഒപ്പമുണ്ടായിരുന്ന ദീപക് ആദിലുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് കുടുംബം സ്ഥലത്തുനിന്ന് മടങ്ങുകയും പഴയ മൂന്നാർ പാലത്തിന് സമീപം വാഹനം നിർത്തിയിടുകയുമായിരുന്നു. ഇതേസമയം പിന്നാലെ എത്തിയ ദീപക് സമീപത്തെ തട്ടുകടയിൽ നിന്ന് കസേരയെടുത്ത സഞ്ചാരികളെ മർദ്ദിക്കുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മൂന്നാറിൽ ഇനി 24 മണിക്കൂറും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് മൂന്നാർ പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ ഇക്കാ നഗറിൽ വാഹനം റോഡരികിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് കാറിലെത്തിയ ഒരു സംഘം എറണാകുളത്തു നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ ആക്രമിച്ചത്. വാഹനം റോഡരികിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഇവിടെ നിന്നും മടങ്ങിയ സഞ്ചാരികളെ മൂന്നാർ ടൗണിൽ വെച്ച പിന്നാലെ കാറിലെത്തിയ സംഘം ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടിക്കും പരിക്കേറ്റു. തുടർന്ന് ഇവർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സമാനമായ സംഭവങ്ങൾ അടുത്തിടെ വേറെയും റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്നാണ് പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും 24 മണിക്കൂറും മൂന്നാറിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഷാഡോ പോലീസിന്റെ സേവനവും ലഭ്യമാക്കുമെന്നും മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു. ടൂറിസം മേഖലയിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ പോലീസ് വളരെ ശക്തമായിട്ടാണ് കാണുന്നത്. ശക്തമായ നടപടികൾ സീരിയസ് ആയി കാണുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ഒരാൾ ഗൈഡാണെങ്കിൽ അയാളെ കേസിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ പെർമനന്റ് ആയിട്ട് ഗൈഡ് സമ്പ്രദായത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി വഴി ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ആക്രമണത്തിൽ വസ്തുക്കൾക്കോ ഏതെങ്കിലും വാഹനങ്ങൾക്കോ കേടുപാടുകൾ ഉണ്ടായെങ്കിൽ അയാളെ റവന്യൂ റിക്കവറി ചെയ്യാനുള്ള നടപടികൾക്ക്, ആ ഡാമേജ് ഈടാക്കാനുള്ള നടപടികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് അത് ചെയ്യും. പിന്നെ ഇത് സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം ജനപ്രതിനിധികൾ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ, ഇവരുടെ മോട്ടോർ തൊഴിലാളികളുടെ റെപ്രസെന്റേറ്റീവ്സ്, പിന്നെ മീഡിയ പ്രവർത്തകർ, പിന്നെ ജനങ്ങൾ എല്ലാവരെയും, വ്യാപാര വ്യവസായികൾ എല്ലാവരെയും ചേർത്തുകൊണ്ട്, അവരുടെയൊക്കെ പ്രതിനിധികളെ ചേർത്തുകൊണ്ട് ഒരു അവയർനെസ് ക്ലാസും അതുപോലെ ഒരു ചർച്ചയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അങ്ങനെയുള്ള ചർച്ചയും നാളെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇത് ശക്തമായ നടപടിയെടുക്കും. ഇത് ജനങ്ങൾക്ക് ഒരു അറിയിപ്പായിട്ട് നൽകുന്നതാണ്. 24 hours ലഭ്യമാകുന്ന രീതിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി ക്രമീകരിച്ച് 24 hours ലഭ്യമാകുന്ന രീതിയിൽ വിസിബിൾ പോലീസിങ്ങും അതുപോലെ തന്നെ ഷാഡോ പോലീസിനെ കൂടി മഫ്റ്റിയിൽ ഡിപ്ലോയ് ചെയ്ത് തിരക്കുള്ള സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്ത് ഇത് നിരീക്ഷിച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കും. ഗൈഡുമാരോ ഡ്രൈവർമാരോ സഞ്ചാരികളെ ഉപദ്രവിച്ചാൽ ഗൈഡുമാരെ ഈ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ഡ്രൈവർമാരുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്നതിനും ജില്ലാ പോലീസ് മേധാവി വഴി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. നടപടിക്ക് മുന്നോടിയായി കൃത്യമായ ബോധവൽക്കരണം നടത്തിയ ശേഷം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മൂന്നാർ പോലീസിന്റെ തീരുമാനം. ശാന്തൻപാറ പേത്തൊട്ടിയിൽ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പിനെ അറിയിച്ചെന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പേത്തൊട്ടി സ്വദേശികളായ ആലുമൂട്ടിൽ രാജേഷ്, കുറുമ്പലിൽ അലൻ, എസ്റ്റേറ്റ് പൂപ്പാറ സ്വദേശി കാക്കുന്നേൽ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. പേത്തൊട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷിനെയാണ് ഇവർ മർദ്ദിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പേത്തൊട്ടിയിലെ കൃഷിയിടത്തിൽ നിന്നും വിനീഷ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി 3 അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു.
വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടിയും കാപ്പിവടിയും ഉപയോഗിച്ച് മർദ്ദിച്ചു. മേഖലയിലെ CHR ഭൂമിയിൽ നിന്ന് കഴിഞ്ഞയിടെ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ വിനീഷ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വിനീഷ് ശാന്തൻപാറ പോലീസിൽ നൽകിയിരുന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അറസ്റ്റിലായ രാജേഷ്, അരുൺ, അർജുൻ എന്നിവർ കള്ളത്തടി വെട്ടുകേസിലും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ്. അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തേക്ക് അമിത വേഗതയിലെത്തിയ ജീപ്പ് പാഞ്ഞുകയറി ഒരാൾക്ക് പരിക്ക്. അമിത വേഗതയിലെത്തിയ ജീപ്പ് ഇടിക്കാതിരിക്കുവാൻ ബസ് വെട്ടിച്ചതിനെ തുടർന്ന് സമീപത്തെ 3 ഫേസ് വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് വാഹനം നിന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് കട്ടപ്പനയിൽ നിന്നും ഉപ്പുതറയിലേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് തെറിച്ചു പോകുകയും ബസ് ജീപ്പിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ സമീപത്തെ 3 ഫേസ് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. ജീപ്പ് ഓടിച്ചിരുന്ന ഏലപ്പാറ കോഴിക്കാനം സ്വദേശി സജി അമിതമായി മദ്യപിച്ചിരുന്നതായും ആരോപണമുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വണ്ടിക്കിട്ട് വന്ന് വണ്ടി ഡ്രൈവർ ബസ് ജീപ്പ് വരുന്ന കണ്ടിട്ട് ബസ് ഡ്രൈവർ മാക്സിമം വണ്ടി ഒതുക്കിയതാണ്. എന്നിട്ടും വന്നിട്ട് വണ്ടിയുടെ ബാക്ക് വശം തീർത്ത് ഇടിക്കുകയായിരുന്നു. ഇടിച്ച് ബസ് നേരെ ഇലക്ട്രിക് പോസ്റ്റിലോട്ട് ചെന്ന് കയറി. പോസ്റ്റിൻ്റെ കറണ്ട് പോയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ സംഭവം ഇതേപോലെ അപ്പം അപകടത്തിൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഉപ്പുതറ ആറ്റുചാൽ സ്വദേശിയായ സ്ത്രീക്ക് പരിക്കേറ്റു. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീപ്പ് ഡ്രൈവർ സജിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അധ്യക്ഷൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പൻ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇടുക്കിയിൽ സ്വീകരണം നൽകുമെന്ന് ഇടുക്കി രൂപതാ ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നീതി ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര ഒക്ടോബർ 13 പാണത്തൂരിൽ നിന്ന് ആരംഭിച്ച് 24 തിരുവനന്തപുരത്ത് സമാപിക്കും. അവകാശ സംരക്ഷണ യാത്ര ഈ മാസം 20 ഇടുക്കി രൂപതയിൽ എത്തിച്ചേരും. രാവിലെ 8 മണിക്ക് അടിമാലിയിൽ നിന്ന് ആരംഭിച്ച 9:30 ചുരുളി, 11:30 മുരിക്കാശ്ശേരി, 2:30 തങ്കമണി, 4:30 കട്ടപ്പന എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ, മോൺസിഞ്ഞോർ ജോസ് നരിത്തുക്കൽ എന്നിവർ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 3-4 വർഷക്കാലമായി നിരന്തരമായി കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ സമിതികളുടെയും ഗ്ലോബൽ സമിതികളുടെയും എല്ലാം നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഈ അവകാശ സംരക്ഷണ യാത്രയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്, ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതത്തിന്റെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്ന തരത്തിൽ, ആ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മതേതരത്വ ധ്വംസനം പലതരത്തിലും രൂപപ്പെട്ടു വരുന്നു. പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നു. മതപരിവർത്തന നിരോധന നിയമം എന്നതിനപ്പുറത്തേക്ക് മതപ്രവർത്തന നിരോധന നിയമത്തിലേക്ക് എത്തിച്ചേരുകയും ഗുരുതരമായ ഭവിഷ്യത്തുകളും വകുപ്പുകളും ചേർത്ത് അത്തരം നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്യുന്നു. ഇപ്പം രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കണം, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് വളരെ കൃത്യമായ ബോധ്യമുണ്ടാവണം, ഉത്തരവാദിത്വമുണ്ട്. ആ ആവശ്യം പൊതുജന മധ്യത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ്. സമാപന സമ്മേളനം കട്ടപ്പനയിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മൈനോറിറ്റി വിഭാഗമായി ക്രൈസ്തവരെ പരിഗണിച്ച സംരക്ഷണ നടപടികൾ സ്വീകരിക്കുക, അധ്യാപക നിയമന നടപടികളിലെ അന്യായമായ വിവേചനം അവസാനിപ്പിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അടിയന്തരമായി അംഗീകാരം നൽകുക, വന്യമൃഗ ആക്രമണം തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുക, നിർമ്മാണ നിരോധനവും ഉപാധിരഹിത പട്ടയവും ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ, ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ട്രഷറർ ജോസഫ് ചാണ്ടി തേവറപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴികയിൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ TJ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. രാസലഹരിയുടെ പിടിയിൽ അമരുന്ന കുട്ടികളെ രക്ഷിക്കാൻ കായിക രംഗത്തിന് മാത്രമേ കഴിയൂ എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച കാൽവരി മൗണ്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള 5 ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനമാണ് കാൽവരി മൗണ്ട് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നത്. ഉടുമ്പൻചോല MLA MM മണി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നതെന്നുള്ളത് നല്ലവണ്ണം ശിശുവിയുടെ നിരീക്ഷിക്കുന്ന സംഭവവും അതോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളൊക്കെയുണ്ട്. പക്ഷെ ഇത് കാര്യങ്ങളായി രാസലഹരിയുടെ പിടിയിലാണ്.
നമ്മൾ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. അത്തരത്തിലുള്ള ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നൊരു ബോധ്യം നല്ല തിരിച്ചറിവോടെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നേടാൻ നമ്മുടെ മാനസിക ആരോഗ്യ നിലയിൽ ബോധ്യപ്പെടുത്താൻ ശാരീരികമായി കായികക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് തകടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ്, CMI കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബിജു വെട്ടുകല്ലിൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ സ്വരാജ് ടൗണിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ATMന്റെ ഫ്യൂസ് ഊരി KSEB. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഫ്യൂസ് ഊരിയത്. ഇതോടെ ATMലെത്തിയ ജനങ്ങളും വലഞ്ഞു. 3 ദിവസം മുൻപാണ് സ്വരാജിലുള്ള SBIയുടെ ATMന്റെ ഫ്യൂസ് KSEB ഊരിയത്. തുടർന്ന് ഇൻവെർട്ടറിന്റെ സഹായത്തോടെ ഒരു ദിവസം പ്രവർത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ATMന്റെ സേവനം പൂർണ്ണമായും നിശ്ചലമായി. ഇതോടെ ATMനെ ആശ്രയിക്കുന്ന പൊതുജനങ്ങളും ദുരിതത്തിലായി. സ്കൂളുണ്ട്, ബാങ്കുണ്ട്, പിന്നെ വഴിയെ പോകുന്ന വണ്ടിയെ പോകുന്ന നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് എല്ലാവരും വന്ന് കുത്തി നോക്കുന്നുണ്ട്. പിന്നെ കറണ്ടും ഇല്ല, ഒന്നുമില്ല. കാശുണ്ട്, നമ്മൾ ബാങ്കിൽ കാശ് തരും. നമുക്ക് ഒരുപാട് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാപനത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ അതങ്ങനെ ഇല്ലാതെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഇത് ഫിറ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്ത കാര്യമല്ലേ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ATM നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ പ്രവർത്തനം തുടങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനാൽ ATMന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. 1 മാസം മുന്നേ റിനോവേഷൻ നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATM ആണ്. ഇതിൻ്റെ കറണ്ട് കണ്ടീഷൻ വിച്ഛേദിച്ച് ഇത് നിശ്ചലമായിരുന്നു. വേറൊരു ATM ഇല്ല. സ്വകാര്യ ഭാഗത്ത് ആകെ ജനങ്ങൾ ആശ്രയിക്കുന്ന ATM ആണ്. 100ഓളം വാഹനങ്ങൾ രാവിലെ വന്ന് നിർത്തി ATMന്റെ അകത്ത് ചെക്കൗട്ട് ചെയ്തിട്ട് പോയി. KSEB ഉദ്യോഗസ്ഥർ ബാങ്കുമായി പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണം ഉണ്ടായില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. അടിയന്തരമായി ATMന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ കല്ലിടുക്കിൽ ക്യാപ്റ്റനായുള്ള വാഹന പ്രചരണ ജാഥ കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിർത്തിവെച്ച പട്ടയ നടപടികൾ പുനരാരംഭിക്കുക, പഞ്ചായത്തിലെ കൃഷിഭൂമിയുടെ അതിർത്തികൾ നിർണയിച്ച കൃഷിഭവനിൽ വിവരം ലഭ്യമാക്കുക, കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ കൊന്ന് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന കർഷകന് പാരിതോഷികം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തിയത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് അതിർത്തിയായ കുട്ടപ്പൻ സ്വറ്റിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ക്യാപ്റ്റൻ വിൽസൺ കല്ലിടുക്കിന് പതാക കൈമാറി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ കർഷകരെ LDF സർക്കാർ വംശഹത്യ നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജൂതന്മാരെ വംശഹത്യ ചെയ്യാൻ ശ്രമം നടന്നു. പിൽക്കാലത്ത് അർമീനിയയിലുള്ള ജനങ്ങളെ ടർക്കി അധിനിവേശം ചെയ്തപ്പോൾ അവിടെ വംശഹത്യ നടന്നു. ഇറാഖിൽ കുർദുകളെ വംശഹത്യ നടക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടിയേറ്റ കർഷകരെ നമ്മളൊരു വംശമായിട്ട് പരിഗണിച്ചാൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ആസൂത്രിതമായി സിസ്റ്റമാറ്റിക്കായി കുടിയേറ്റ കർഷകരെ വംശഹത്യ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈപ്പവർ കമ്മിറ്റി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, ജോയി കൊച്ചുകരോട്ട, KTUC ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്കറിയ, സിൽവി സോജൻ, ജോസ് മൂടിക്കൽ പുത്തൻപുര, സലീം പിച്ചാമ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കി. സ്കൂൾ അധികൃതരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ജനപ്രതിനിധികൾ ഇടപെട്ട് കെട്ടിടം പൊളിച്ചു നീക്കിയത്. ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്ന കാലത്ത് തുക വകയിരുത്തിയാണ് കമ്പ്യൂട്ടർ ലാബിന് വേണ്ടി 4 മുറികളുള്ള കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ കാലപ്പഴക്കം മൂലം കെട്ടിടം അപകടാവസ്ഥയിലായി. ഒടുവിൽ സ്കൂൾ അധികൃതരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ജനപ്രതിനിധികൾ ഇടപെട്ട കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. കെട്ടിടത്തിന്റെ ഭിത്തികൾ പല ഭാഗത്തും വിണ്ടി കീറിയ നിലയിലായിരുന്നു. ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ കായികപരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് പ്രത്യേകിച്ചൊരു ബാഡ്മിൻ്റൺ കോർട്ട് അവിടെ ഉടൻ തന്നെ സ്ഥാപിക്കുന്നതാണ്. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു നല്ല സ്ഥലം അവിടെ ലഭ്യമായിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഈ കെട്ടിടം ഇവിടുന്ന് മാറ്റുന്നതിനും പ്രത്യേകിച്ച് ഇത് അപകടാവസ്ഥയിൽ മറ്റു ദോഷങ്ങളിലേക്കൊന്നും എത്തുന്നതിന് മുൻപ് തന്നെ
ഇവിടുന്ന് മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിച്ച എല്ലാ അധികാരികളോടും ഹൃദയപൂർവ്വം സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും അധ്യയന വർഷം ആരംഭിക്കാറായിട്ടും പൊളിച്ചു നീക്കാൻ നടപടി ഇല്ലാതിരുന്നത് HCN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. തുടർന്ന് ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെട്ട ശേഷമാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയായത്. കെട്ടിടം പൊളിച്ചു നീക്കുന്ന സ്ഥലത്ത് ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിക്കുവാനാണ് അധികൃതരുടെ തീരുമാനം. അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണവുമായി പെൻഷൻ സമര നായിക മറിയക്കുട്ടി. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അടിമാലി ബസ് സ്റ്റാൻഡിലെ ബങ്കു ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ട വിധം ലേലം ചെയ്തു നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം. ബങ്കു ഷോപ്പുകളുടെ ലേലം കാലാകാലങ്ങളായി പ്രഹസനം മാത്രമായി മാറുന്നുവെന്നും തനിക്കുൾപ്പെടെ ബങ്കു ഷോപ്പുകളുടെ ലേലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരമൊരുക്കണമെന്നുമാണ് മറിയക്കുട്ടിയുടെ ആവശ്യം. അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബങ്കു ഷോപ്പുകളുടെ ലേലവും നടത്തിപ്പും സംബന്ധിച്ചാണ് പെൻഷൻ സമരനായിക മറിയക്കുട്ടി പഞ്ചായത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിലെ ബങ്കു ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ട വിധം ലേലം ചെയ്തു നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല, മുൻകാലങ്ങളിലൊക്കെയും ഇതുതന്നെയാണ് അവസ്ഥയെന്നും മറിയക്കുട്ടി ആരോപിക്കുന്നു. ഓരോ വർഷവും ബങ്കു ഷോപ്പുകളുടെ ലേലം പ്രഹസനമായി മാത്രമേ നടക്കുന്നുള്ളൂവെന്നും തനിക്കുൾപ്പെടെ ബങ്കു ഷോപ്പുകളുടെ ലേലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരമൊരുക്കണമെന്നും മറിയക്കുട്ടി ആവശ്യപ്പെട്ടു. എനിക്ക് ഈ പഞ്ചായത്ത് ഇവിടെ തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി. ഇന്ന് വരെ ഒരു ലേലം ചെയ്യുക പൊതുജനങ്ങൾ അറിയുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തീരെ വയ്യ. എനിക്ക് ഈ പ്രാവശ്യം ഈ പഞ്ചായത്തിൻ്റെ ഒരു മുറിവാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഇതുപോലെ ഈ ഇവർ ലേലം ചെയ്യണം. പൊതുജനങ്ങൾ അത് നിസാരം പാവങ്ങൾ വരെ ഈ ബ്ലാസ്റ്റിക്ക് വലിച്ചു കെട്ടി റോഡരിക്കട്ടെ പെറ്റിക്കട കിടക്കും അരി വലിക്കാൻ അതുവരെ ഈ പഞ്ചായത്ത് വലിച്ചു പൊളിച്ച് കളഞ്ഞേച്ച് കോടികൾ ലക്ഷങ്ങൾ ഉണ്ടെന്ന് വെച്ച് വാടകയ്ക്ക് ഇവിടെ അടിമാലിൽ എത്ര കടകളുണ്ടെങ്കിലും കൊടുക്കും. പൊതുജനങ്ങൾ അറിയണം. ഇവർ ഇത് പരസ്യം ചെയ്യണം. പരസ്യം ചെയ്ത് ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ലേലം ചെയ്യാനുള്ള അവകാശം കിട്ടണം. കാലാകാലങ്ങളായി ബങ്കു ഷോപ്പുകൾ ഏതാനും ചിലരുടെ കൈവശമിരിക്കുന്ന സ്ഥിതിയുണ്ട്. ജീവിതമാർഗത്തിനായി വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുടെ വഴിയോര കടകൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് ബങ്കു ഷോപ്പുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകും വിധം ലേലം ചെയ്ത് കൈപ്പറ്റാൻ അവസരമൊരുക്കുന്നില്ലെന്നും മറിയക്കുട്ടി പരാതി ഉന്നയിച്ചു. വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മറിയക്കുട്ടി വ്യക്തമാക്കി. പൊന്നമ്പലത്തിലെ പൊന്നിലാണ് സർക്കാരിന്റെ കണ്ണെന്ന BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചതിൽ പ്രതിഷേധിച്ച് BJP വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാങ്കുടിയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലങ്ങൾ കൊള്ളയടിക്കും, അമ്പലങ്ങൾ കൊള്ളയടിക്കും, കൊള്ളക്കാരൻ കേരള സർക്കാർ, കൊള്ളക്കാരൻ കേരള സർക്കാർ, കൊള്ളക്കാരൻ കേരള സർക്കാർ, കൊള്ളക്കാരൻ കേരള സർക്കാർ, ശബരിമലയും കട്ടുമുടിച്ച്, ശബരിമലയും കട്ടുമുടിച്ച്, ശബരിമലയും കട്ടുമുടിച്ച്, ശബരിമലയും കട്ടു. സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാര ലംഘനം നടത്താൻ സർക്കാർ മനഃപൂർവ്വമായ ശ്രമം നടത്തി. 2019 സർക്കാർ സ്വർണ്ണക്കൊള്ള ആരംഭിച്ചു. സർക്കാരിനും ദേവസ്വം ബോർഡിനും നേതൃത്വം നൽകുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അന്ന് കണ്ടുവച്ചതാണ് ഈ സ്വർണം എങ്ങനെ അടിച്ചു മാറ്റാം, ഇത് എവിടെ തട്ടിക്കൊണ്ടുപോകാമെന്ന്. ആ 2017 ഈ പിണറായി വിജയൻ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അവരുടെ പുങ്കവന്മാരുമെല്ലാം അന്ന് കണ്ടുവച്ചതാണ്. നിങ്ങൾക്കറിയാമോ, 2017 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറപിടിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിക്കാനായി, ശബരിമലയുടെ പരിപാലനം തകർക്കാനായി, വിശ്വാസത്തെ തകർക്കാനായി, ആചാര ലംഘനം നടത്താൻ വേണ്ടി കുറച്ച് യുവതികളെ കയറ്റാനുള്ള ശ്രമമൊക്കെ അന്ന് ഗവൺമെന്റ് നടത്തിയത്. ജില്ലാ ഉപാധ്യക്ഷൻ ഷാജി നെല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PR സോമശേഖരൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, ജില്ലാ ഉപാധ്യക്ഷൻ പ്രകാശ് നാരായണൻ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി സ്ഥിതിൽ സ്മിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PC സന്തോഷ് കുമാർ, OC ടോമി തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരും ത്രിതല പഞ്ചായത്തുകളും കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളെപ്പറ്റി ആലോചിക്കുന്നതിനുമായി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സ് സംഘടിപ്പിക്കും. സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തുന്ന വികസന സദസ്സ് 14-ന് രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉടുമ്പൻചോല MLA MM മണി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MS സതി എന്നിവർ സംസാരിക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് വികസന റിപ്പോർട്ട് അവതരിപ്പിക്കും.
വികസന സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ജനങ്ങളിലോട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ജനങ്ങളിലോട്ട് എത്തിയിട്ടുണ്ടെന്നും അതുപോലെ ഇനി നമ്മുടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ആളുകളെയും സാദരം ക്ഷണിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ്, ബിജി സന്തോഷ്, കെ പി സുബീഷ്, CR രാജു, വീണ അനൂപ് എന്നിവർ പങ്കെടുത്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C കീഴിൽ രൂപീകരിക്കുന്ന പുതിയ ക്ലബ്ബായ കാഞ്ചിയാർ ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് 318C കീഴിലുള്ള 176ാമത്തെ ക്ലബ്ബായാണ് കാഞ്ചിയാർ ലയൺസ് ക്ലബ് രൂപീകരിച്ചിരിക്കുന്നത്. ഉപ്പുതറ ലയൺസ് ക്ലബിന്റെ സ്പോൺസർഷിപ്പിലാണ് പുതിയ ക്ലബ്ബ് രൂപീകരിക്കുക. ലബക്കടയിലെ സ്വകാര്യ റിസോർട്ടിൽ നടക്കുന്ന പരിപാടിയിൽ ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ലയൺസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് 318C കീഴിലെ 3 ജില്ലകളിലെ ലയൺസ് ക്ലബ്ബുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ റീജിയൺ 1 കീഴിൽ പുതിയൊരു ക്ലബ്ബ് കൂടി പിറവിയെടുക്കുകയാണ്. ലയൺസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തോടുകൂടിയും വലിയ അഭിമാനത്തോടുകൂടിയുമാണ് ഞങ്ങൾ പുതിയ ക്ലബിനെ സ്വാഗതം ചെയ്യുന്നത്. റീജിയൺ 1 കീഴിലുള്ള ഹൈറേഞ്ച് മേഖലയിലുള്ള ക്ലബ്ബുകളാണ് റീജിയൺ 1 കീഴിൽ പ്രവർത്തിക്കുന്നത്. റീജിയൺ 1 കീഴിലുള്ള 17ാമത്തെ ക്ലബ്ബായിട്ട് കാഞ്ചിയാർ ലയൺസ് ക്ലബ്ബ് ഈ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്, ഔദ്യോഗികമായിട്ട് രൂപീകരിക്കപ്പെടുകയാണ്. ഉപ്പുതറ ക്ലബ് പ്രസിഡന്റ് സജിൻ സ്കറിയ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ പുതിയ അംഗങ്ങളും ക്ലബ് ഭാരവാഹികളും സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലകൾ ഏറ്റെടുക്കും. അതിന്റെ ഉദ്ഘാടനം 13-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആദരണീയനായ ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാറും ഫസ്റ്റ് VDG VS ജയേഷും സെക്കൻഡ് VDG KP പീറ്ററും ചേർന്ന് നിർവഹിക്കുന്നതാണ്. ഡിസ്ട്രിക്ട് 1ാം വൈസ് ഗവർണർ VS ജയേഷ്, 2ാം വൈസ് ഗവർണർ KP പീറ്റർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം നൽകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർധനയായ ഒരു വ്യക്തിക്ക് ഭവന നിർമ്മാണത്തിനായുള്ള സ്ഥലം കാഞ്ചിയാർ ക്ലബ്ബ് സൗജന്യമായി വിട്ടു നൽകും. വളരെ നിർധനയായ ഒരു കുടുംബത്തിന് ഒരു വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം അവിടുത്തെ പ്രസിഡന്റ് ആ ദിവസം തന്നെ സംഭാവന ചെയ്യുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷമാണ്. ഈ പ്രവർത്തനങ്ങൾ മൂലം നിരവധിയായ ഭവനരഹിതരായ കുറേയേറെ ആളുകൾക്കെങ്കിലും ഈ പ്രദേശത്ത് വീട് ലഭിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ കാര്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ചീഫ് PRO ജോർജ് തോമസ്, റീജിയൻ ചെയർപേഴ്സൺ റിജി ജോസഫ്, സോൺ ചെയർമാൻ ഫിലിപ്പ് ജോൺ, ഉപ്പുതറ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സജിൻ സ്കറിയ, വൈസ് പ്രസിഡന്റ് ജോയ് സേവിയർ, കാഞ്ചിയാർ ക്ലബ് ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട ബേബി ജോൺ, ഷിബി ഫിലിപ്പ്, MK രാജു എന്നിവർ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കായി പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ മിന്നാമിന്നിക്കൂട്ടം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ICDSന്റെയും കട്ടപ്പന BRCയുടെയും സഹകരണത്തോടെയാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാനും കലാഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുവാനും കൂട്ടായ്മ വളർത്തുവാനും ലക്ഷ്യമിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചത്. മത്സര പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് അധ്യക്ഷനായിരുന്നു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. അവിടെ കലാപരമായ കഴിവുകൾ സമൂഹമധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും അവരെ ഇന്ന് ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ പരുവപ്പെടുത്തിയെടുത്ത് ഡാൻസും പാട്ടും പ്രസംഗമൊക്കെയുമായിട്ട് ഇന്നൊരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ സുദിനമാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. 150ഓളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ കലോത്സവത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചൂടിയ
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷെർലി ജോസഫ്, തങ്കമണി സെന്റ് തോമസ്, HSS പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, ICDS സൂപ്പർവൈസർ ഡി മറിയാമ്മ, CDS ചെയർപേഴ്സൺ ലിസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭയിൽ അതിദരിദ്ര നിർമ്മാർജ്ജന പ്രഖ്യാപനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്ര വിഭാഗത്തിൽ തെരഞ്ഞെടുത്ത NIMS ഉൾപ്പെടുത്തിയിരിക്കുന്നത് 129 കുടുംബങ്ങളെയാണ്. ഭക്ഷണം, ആരോഗ്യം, ഉപജീവനമാർഗം, സുരക്ഷിതമായ വാസസ്ഥലം എന്നിങ്ങനെ ഏതാണോ ആവശ്യം എന്ന് മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഈ കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ, നഗരസഭാ കൗൺസിലർമാരായ തങ്കച്ചൻ പുരിയിടം, ധന്യ അനിൽ, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്, കുടുംബശ്രീ ചെയർപേഴ്സൺ രത്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവജനക്ഷേമ ബോർഡിന്റെയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്നുവന്ന കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി. കഴിഞ്ഞ 4 ദിവസങ്ങളിലായാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം നടന്നു വന്നത്. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന വടംവലി മത്സരം കാണികളിൽ ആവേശം ഉയർത്തി. സമാപന സമ്മേളനത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശ്രീരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ്, സുമ മനു, K മാരിയപ്പൻ, ദേവി ഈശ്വരൻ, സംഘാടക സമിതി ചെയർമാൻ B ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ വെച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി. കട്ടപ്പന നഗരസഭാ കേരളോത്സവത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിലെ സ്ഥിരം താമസക്കാരായ 15നും 40നും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിലായാണ് കട്ടപ്പന നഗരസഭാ കേരളോത്സവം നടക്കുന്നത്. നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ, കൗൺസിലർമാരായ മായ ബിജു, തങ്കച്ചൻ പുരിയിടം, ധന്യ അനിൽ, പ്രശാന്ത് രാജു, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്, കുടുംബശ്രീ ചെയർപേഴ്സൺ രത്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിക്കറ്റ് മത്സരം വൈസ് ചെയർമാൻ KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. വോളിബോൾ മത്സരം ഞായറാഴ്ച രാവിലെ 10 മണിക്കും വടംവലി ഉച്ചകഴിഞ്ഞ് 3 മണിക്കും നഗരസഭാ സ്റ്റേഡിയത്തിലും, ബാഡ്മിന്റൺ രാവിലെ 11 മണിക്ക് യൂത്ത് യുണൈറ്റഡ് ബാഡ്മിന്റൺ സ്റ്റേഡിയത്തിലും, ഫുട്ബോൾ മത്സരം 2 മണിക്ക് സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിലും, പഞ്ചഗുസ്തി മത്സരം വൈകിട്ട് 6 മണിക്ക് മിനി സ്റ്റേഡിയത്തിലും നടക്കും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും പീരുമേട് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരളോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. 3 ദിവസങ്ങളിലായാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 12-ാം തീയതി മരിയഗിരി സ്കൂൾ ഗ്രൗണ്ടിൽ വിവിധ കായിക മത്സരങ്ങൾ നടക്കും. 13-ാം തീയതി രാവിലെ മുതൽ കലാമത്സരങ്ങൾ SMS ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. 12-ാം തീയതി ആയിട്ടുള്ള ഞായറാഴ്ച രാവിലെ 7 മണിയോടുകൂടി മരിയഗിരി സ്കൂളിൽ ഫുട്ബോളും ക്രിക്കറ്റും കലാമത്സരങ്ങൾ നടക്കുകയാണ്. അതിന് തിങ്കളാഴ്ച നമ്മുടെ പഴയ പാമ്പനാർ എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ വോളിബോളും അതുപോലെ 14-ാം തീയതി കലാമത്സരങ്ങളുമാണ് നടക്കുന്നത്. ചൊവ്വാഴ്ച 14-ാം തീയതി നമ്മുടെ 2 മണിയോടുകൂടി സമാപന ചടങ്ങുകൾ തുടങ്ങുകയാണ്. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളോത്സവത്തിന്റെ നടത്തിപ്പിനായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു. DYFI കാഞ്ചിയാർ സ്വരാജ് മേഖല സമ്മേളനത്തോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. DYFI ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. DYFI മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മേഖലാ സമ്മേളനങ്ങളുടെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയെ ഈ തലമുറയിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്, അതിനൊരു ബോധവൽക്കരണം എന്നുള്ള നിലയിലാണ് DYFI ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 1-ാം സ്ഥാനക്കാർക്ക് 40,001 രൂപയും ട്രോഫിയും, 2-ാം സ്ഥാനക്കാർക്ക് 20,001 രൂപയും ട്രോഫിയുമാണ് സമ്മാനം. DYFI മേഖലാ സെക്രട്ടറി അജു സെബാസ്റ്റ്യൻ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ വിനോദ്, സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, ശ്യാം ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.
പീരുമേട് ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയ്ക്ക് വേദിയാകാനൊരുങ്ങി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ. ഈ മാസം 13-ന് സ്കൂളിൽ പ്രവൃത്തി പരിചയമേള നടക്കും. പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ 7 പഞ്ചായത്തുകളിൽ നിന്നായി 1600ഓളം കുട്ടികളും അധ്യാപകരും പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കും. മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ നമ്മളെല്ലാം നടത്തുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ പല ബിൽഡിങ്ങിലും തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിലും വെച്ചിട്ടാണ് ഈ പ്രവൃത്തി പരിചയമേള നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രവൃത്തി പരിചയമേളയ്ക്ക് 1500 കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള SPC വോളണ്ടിയേഴ്സും TTC B.Ed കുട്ടികളും നമ്മുടെ വോളണ്ടിയേഴ്സായിട്ട് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വിവിധതരം കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. സ്കൂളിലെ SPC കേഡറ്റ്സിനാണ് മേളയുടെ നിയന്ത്രണം. ഉടുമ്പൻചോലയിലെ യുവതി-യുവാക്കൾക്ക് തൊഴിലവസരമൊരുക്കി തൊഴിൽമേള സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം MES കോളേജിൽ നടന്ന മേളയിൽ 350-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. സ്വകാര്യ തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് വേഗത്തിൽ പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. വിജ്ഞാന കേരളം ഇടുക്കിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും MES കോളേജിന്റെയും ആഭിമുഖ്യത്തിലാണ് മേള നടന്നത്. മേള ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 350ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തൊഴിൽ അന്വേഷകർ എത്തിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് പറഞ്ഞു. ഇതിനോടകം തന്നെ 310 അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആൾക്കാരെ ഇതിനകത്തേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്ത് മുഖേന നടത്തിയിട്ടുണ്ട്. 25ഓളം തൊഴിൽദാതാക്കളാണ് മേഖലയിൽ എത്തിയത്. നിരവധി ഉദ്യോഗാർത്ഥികൾ ആദ്യഘട്ട ഇന്റർവ്യൂ പാസ്സായി. നിയോജക മണ്ഡലത്തിൽ പരിധിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേരളം ഇടുക്കിയുടെയും MES കോളേജിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത് 309ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 25 കമ്പനികളിലായിട്ടുള്ള തൊഴിൽദാതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വിജ്ഞാന കേരളം ഇടുക്കിയുടെ 2ാമത് തൊഴിൽമേളയാണ് ഉടുമ്പൻചോല താലൂക്കിൽ സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ മറ്റു താലൂക്കുകളിലും മേള നടക്കും. കരാട്ടെ അസോസിയേഷൻ ഇടുക്കിയുടെ 5ാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് അയ്യപ്പൻകോവിൽ മേരികുളത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ മേരികുളം മരിയൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച 5ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ കൂടുതൽ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കരാട്ടെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മാത്യു ജോസഫ് പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 500ഓളം കുട്ടികൾ പങ്കെടുക്കുന്നു. അങ്ങനെ ഇവിടെ കുട്ടികളെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്ന കുട്ടികളെ ഇവിടെ ഗോൾഡ് മേടിച്ച കുട്ടികൾ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോകും. കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് രാംഭയാൽ സെൻസായി, ചെയർമാൻ ഡോക്ടർ ഷാജി S കൊട്ടാരം, KAI സെക്രട്ടറി വന്ദന പ്രതീഷ്, ഡിമിറ്റ് K തോമസ്, അഭിലാഷ് മൈക്കിൾ, നോബിൾ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ICDSന്റെയും ശിശുക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പോഷന്മ എന്ന പേരിലാണ് പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് കൂടുതലായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതലായി കുട്ടികളെ നമ്മുടെ അംഗൻവാടിയിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാരുണ്ട്, ഹെൽപ്പർമാരുണ്ട്. ഒന്ന് ഈ കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളടക്കം നിങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ കുട്ടികളില്ലാത്തൊരവസ്ഥ നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ അതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിഷ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാപറമ്പിൽ, ICDS സൂപ്പർവൈസർമാരായ ലിസി, സുശീല, അംഗനവാടി വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ ICDSന്റെയും ശിശുക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. പോഷന്മ എന്ന പേരിലാണ് പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും മനോഹരമായ പ്രോഗ്രാം തന്നെയാണ്. എപ്പോഴും നമ്മുടെ ടീച്ചർമാർ, അംഗൻവാടികൾ എപ്പോഴും വണ്ടൻമേട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഏതൊരു ആവശ്യത്തിനും എല്ലപ്പോഴും നമ്മുടെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന മുന്നേറ്റത്തിനും നെടുന്നൂടായി പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, രാജി സന്തോഷ് കുമാർ, സ്കൂൾ കൗൺസിലർ അനുമോൾ ചെക്കപ്പ്, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് ലേഖ മോഹനൻ, ICDS സൂപ്പർവൈസർ ബിന്ദു കെ, ദിവ്യചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിന് കീഴിലുള്ള വെട്ടിക്കുഴക്കവല കുരിശടിയിൽ നടന്നു വന്നിരുന്ന കൊന്ത നമസ്കാരം സമാപിച്ചു. ഇടവക വികാരി ഫാദർ എബ്രഹാം പുറിയാറ്റ് സന്ദേശം നൽകി. വെട്ടിക്കുഴക്കവല കുരിശടിയിൽ 10 ദിവസങ്ങളിലായാണ് കൊന്ത നമസ്കാരം നടന്നു വന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 മുതൽ 7:30 വരെ നടന്നു വന്നിരുന്ന കൊന്ത നമസ്കാരത്തിലും ലതിഞ്ഞിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സമാപന ദിവസം ഇടവക വികാരി ഫാദർ എബ്രഹാം പുറിയാറ്റ് സന്ദേശം നൽകി. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള നമ്മളുടെ യാചനകൾ തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ യാചനകളും പ്രാർത്ഥനകളുമാണ്. ഈശോയുടെ പെസഹാ രഹസ്യമാണ് ജപമാലയിലൂടെ നമ്മൾ ധ്യാനിക്കുക. ഈ ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും സമൃദ്ധമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. സിസ്റ്റർ ജാൻ സിനാമ, സിസ്റ്റർ ഡെൻസി, സിസ്റ്റർ ഡാൽവിൻ, KA മാത്യു, ബാബു വെട്ടിക്കുഴ, സാബു വെട്ടിക്കുഴ, തോമസ് കളപ്പുര, ടോമി എലൈറ്റ്, ബിനു കാരക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സ്കൂൾ മുറ്റത്ത് വസന്തകാലമൊരുക്കി രാജാക്കാട് പഴയ വിടുതി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികളിൽ പരിസ്ഥിതി സൗഹൃദം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം വിവിധ ഇനം ചെടികളും നട്ടുപരിപാലിക്കുന്നത്. കാർഷിക രംഗത്ത് വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുന്നതിനൊപ്പമാണ് പഴയവിടുതി സ്കൂളിൽ ചെടികളും പരിപാലിക്കുന്നത്. ഇതിൽ ഏറ്റവും ആകർഷണീയം പൂത്തുനിൽക്കുന്ന ജമന്തി പൂക്കൾ തന്നെ. ചെടികളുടെ പരിപാലനവും കുട്ടികൾ തന്നെയാണ് നടത്തുന്നത്. വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി അധ്യാപകരും PTA-യും ഒപ്പമുണ്ട്. പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂൾ ഒരു ഹരിത വിദ്യാലയമാണ്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങൾക്കും പാരിസ്ഥിതിക അവബോധമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കുട്ടികൾ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നു. ഈ സ്കൂൾ പരിസരം മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. അവരിൽ പാരിസ്ഥിതിക അവബോധം വളർത്തിക്കൊണ്ട് ഒരു മികച്ച തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ജമന്തി മാത്രമല്ല, ചെടിച്ചട്ടികളിൽ വിവിധ ഇനം ബോൾസ് ചെടികൾ, വള്ളിയിൽ പടർന്നു കയറി എന്നും പൂക്കൾ നിൽക്കുന്ന വള്ളിച്ചെടികൾ, റോസ, മുല്ല അങ്ങനെ നിരവധി ചെടികളാണ് കുരുന്നുകളുടെ പൂന്തോട്ടത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്കാലേല വിവരം. ആകലോട്ട 237, വിൽപ്പനയ്ക്ക് വന്നത് 72,993, വിൽപ്പന നടന്നത് 72,993, കൂടിയ വില 2,825, ശരാശരി വില 2,482. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 675 രൂപ, ഏലം കൂടിയ വില 2,450, ഏലം ശരാശരി വില 2,200, കാപ്പിപ്പരിപ്പ് 440, ഗ്രാമ്പു 825, കൊക്കോ 90, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 11,390 രൂപ, വെള്ളി 187. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്ന മന്ത്രി. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കർഷക സമൂഹത്തോടൊപ്പമാണ് സർക്കാർ നിന്നിട്ടുള്ളതെന്നും എ കെ ശശീന്ദ്രൻ. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അതിക്രമത്തിൽ ജില്ലയിലും വ്യാപക പ്രതിഷേധം. പ്രവർത്തകർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വനാതിർത്തിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പിടികൂടാൻ കടുവ ശ്രമിച്ചു. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ കൊന്നു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിൽ തോട്ടം തൊഴിലാളികൾ. മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതി അറസ്റ്റിലായത് മൂന്നാർ നല്ലതണ്ണി സ്വദേശി ദീപക് രാജ്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പിനെ അറിയിച്ചെന്നാരോപിച്ച യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.